ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റങ്ങളും നിയമനങ്ങളും സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഓർഡിനൻസിനെ എതിർത്ത് കോൺഗ്രസ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. ജൂലൈയിൽ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസും കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും സുഹൃത്തുക്കളല്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള AAPയുടെ നിയമ പോരാട്ടത്തിൽ പിന്തുണയ്ക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള BJP സർക്കാരിന്റെ ശ്രമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ആശങ്കാകുലരാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം കെജ്രിവാളിന് ഉപദേശവുമായി കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മാക്കനും രംഗത്ത് വന്നിരുന്നു. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഷീല ദീക്ഷിതിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഉദ്യോഗസ്ഥരോട് മാന്യമായി പെരുമാറിയും അവരുമായി ആശയവിനിമയം നടത്തിയും ഷീല ദീക്ഷിതിന്റെ പാത പിന്തുടരണമെന്നാണ് മാക്കൻ കെജ്രിവാളിനെ ഉപദേശിച്ചത്. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം AAPയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും കെജ്രിവാളിനെ കണ്ട പിന്തുണ അറിയിച്ചിരുന്നു. മമതാ ബാനർജി ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ തേടാനുള്ള ശ്രമത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ. 2015 ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളും നിയമങ്ങളും ഗവർണറുടെ നിയന്ത്രണത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നത്. ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാരും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ പോര് രൂക്ഷമായി. പിന്നീട് 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കെജ്രിവാൾ സർക്കാരിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് ഡൽഹിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ചുമതലയെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. എന്നാൽ കോടതി വിധി മറികടന്ന് കേന്ദ്രം ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഡൽഹി.